പിന്നെ എല്ലാവരും അതൊന്ന് കാണുക പറയുന്നത് ഏതൊരു ആർട്ടിസ്റ്റിനേക്കാൾ ഉപരി ഒരു അച്ഛനമ്മ എന്ന് പറഞ്ഞ് കാണുമ്പോൾ അതൊരു വലിയ സന്തോഷമാണ്. ഒരു അമ്മയുടെ പ്രതീക്ഷ അല്ലേ, ഒരു അമ്മയുടെ സന്തോഷം, അതൊക്കെയാണ് നാളെ പൂവണിയാൻ പോകുന്നത്. സായി മധുവിധു കഥ കേട്ടല്ലോ. ആദ്യം സായിയുടെ വീട്ടിൽ ചെന്ന് കഥ പറഞ്ഞപ്പോൾ സായിക്കും വളരെയധികം ഗൗരവത്തോടെ കേട്ടു. പിന്നീടാണ് പറഞ്ഞത് സായി ചേട്ടന് വേണ്ടിയല്ല ഈ കഥ പറയുന്നത്, കല്യാണിക്ക് വേണ്ടിയാണ് കഥ പറയുന്നത്. സായിക്ക് ചെറിയൊരു നിരാശ തോന്നിയിട്ടില്ല കേട്ടോ. പക്ഷെ കാരണം പെട്ടെന്ന് തന്നെ വേറെ വേഷം വന്നു. അതുകൊണ്ട് സായി കഥ കേട്ടതിൽ നിന്നും സാക്ഷാത്കാരത്തിൽ എത്തി നിൽക്കുമ്പോൾ എന്താണ് സായിക്ക് പറയാനുള്ളത്? അല്ല, അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളത്, മധുവിധു എന്ന് പറഞ്ഞ സിനിമയില് ആദ്യം കഥ പറയാൻ വരുന്നത് മോളെടുത്താണ്, അതെ, കല്യാണിയുടെ അടുത്താണ്. അപ്പോൾ ഇതില് ആരാണ് അച്ഛൻ്റെ ക്യാരക്ടർ എന്നൊന്നും എനിക്കറിയില്ല. ഷറഫ് ഉണ്ടെന്നറിയാം, സത്യത്തിൽ മറ്റുള്ള ആരും ഉണ്ടെന്ന് എനിക്കറിയില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് ഇവളുടെ ഒരു ഷൂട്ടിങ്ങിനെ കൊണ്ടുവന്ന് പൂജയ്ക്ക് അവിടെ ആക്കിയിട്ട് ഞങ്ങൾക്ക് ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടി ഞങ്ങൾ പോകാനായിട്ട് തയ്യാറെടുത്തിരിക്കുന്ന സമയത്തിലാണ് ഡയറക്ടറും നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും കൂടെ വന്നിട്ട് ചേട്ടാ ഇതിനകത്ത് മാർക്കോസ് എന്ന് പറഞ്ഞ ഒരു കഥാപാത്രമാണ്. ഞാൻ അതാരാണ് പറയാം, അത് നായികയുടെ അച്ഛന്, അതൊന്ന് ചെയ്തു തരണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചത് ബ്ലാക്ക് മെയിലിംഗ് ആണോ എന്ന് ചോദിച്ചു. എന്നുവെച്ചാൽ മോൾ അഭിനയിക്കുന്നതിന്റെ പേര് അഭിനയിച്ചു അല്ല ചേട്ടാന്നോ. പിന്നെ അങ്ങനെ അതിനുശേഷമാണ് ഞാൻ ഈ കഥ കേൾക്കുന്നത്. കഥ കേട്ടപ്പോൾ അത് ചെയ്യാതെ വിടുന്നത് ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ ഞാൻ കാണിക്കുന്ന ഏറ്റവും വലിയ തെറ്റാണെന്ന് എനിക്ക് തോന്നി. ഇതുകൊണ്ടാണ് ഞാൻ ഈ കഥാപാത്രം ചെയ്യാനുള്ള പ്രധാന കാരണം. പിന്നെ തീർച്ചയായിട്ടും ഷറഫിന്റെ കൂടെ നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഫിലിമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കലാകാരനാണ് ഷറഫുദ്ദീൻ. അത് ആദ്യത്തെ സിനിമ മുതൽ ഞാൻ ശ്രദ്ധിച്ചതാണ്. മറ്റേ ആ കുതിരയൊക്കെ നിന്നിട്ട് വന്നിട്ട് ആ സ്നാക്സ് ഒക്കെ പറയുന്നത് സ്ഥലത്ത് വെച്ചിട്ട് തന്നെ ഞാൻ ശ്രദ്ധിച്ചതാണ്. അന്ന് ഇയാളിൽ എന്തെങ്കിലും ഒരു സ്പാർക്ക് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചാണ്. അതനുസരിച്ച് തന്നെ ജഗദീശ് നേരത്തെ പറഞ്ഞ ഷോൾഡർ ചെയ്യാൻ മിടുക്കനായ ഒരു കലാകാരൻ തന്നെയാണ്. നമുക്കൊരു നല്ലൊരു കലാകാരനെയാണ് കിട്ടിയിരിക്കുന്നത്. ഒപ്പം ഷറഫിന്റെ ഒപ്പം തന്നെ എൻ്റെ മോക്കും അഭിനയിക്കാൻ സാധിക്കുന്നു എന്ന് പറയുമ്പോൾ, ഞങ്ങളുടെ മോക്കും കൂടെ അഭിനയിക്കാൻ സാധിക്കുന്നു എന്ന് പറയുമ്പോൾ അത് നേരിട്ടൊരു എക്സ്പീരിയൻസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു വലിയൊരു സന്തോഷമുണ്ട്. പിന്നെ ജഗദീഷ് ഞാനും ഏതാണ്ട് ഒരു വർഷത്തെ വ്യത്യാസമേ ഉള്ളൂ നമ്മുടെ ഇൻഡസ്ട്രി വന്നിട്ട്, അത്രയേ ഉള്ളൂ. ജഗദീഷ് 40 വർഷമായിട്ടുണ്ടാവും, ഞാനൊരു 39 വർഷത്തോളമായിട്ടുണ്ടാവും. അത്രയുള്ള വ്യത്യാസം. അപ്പോൾ ആ വ്യത്യാസത്തിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒരുപാട് കഥാപാത്രം ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ കൂടെ അവൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു കൗതുകം ഉണ്ടല്ലോ, അതൊരെന്താ പറയുക, അതിന് ആ ഒരു സന്തോഷമാണോ, അത് എന്താണ് അതിന്റെ ആ വികാരത്തിന്റെ പേര് എനിക്കറിയില്ല. പക്ഷെ അത് ദൂരെ നിന്ന് നോക്കി കാണപ്പെടും. നിങ്ങൾ അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന കാണുമ്പോഴും ഉണ്ടാവുന്ന ഒരു സന്തോഷവും. ഇതൊക്കെയാണ് മാർക്കോസിനെ ചെയ്യാനുള്ള കാരണം.